ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നിക്കോൺ D7200 ആണ്. നിക്കോണിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെമി പ്രോ ലെവലുള്ള ഒരു DSLR ആണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് തന്നെ അതിൻ്റെ കാറ്റലോഗാണ്. പല ഭാഷകളിലായിട്ടുള്ള ഏകദേശം 4-5 ഭാഷകളിലായിട്ടുണ്ട്. ഇംഗ്ലീഷ്, ജർമ്മൻ, ഇറ്റാലിയൻ എന്ന് പറഞ്ഞിട്ട് 2-3 ഭാഷകളിലായിട്ടുള്ള ഒരു കാറ്റലോഗും വിവരങ്ങളും മറ്റുമൊക്കെ അതിലുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയാൽ പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിക്കോൺ നെക്ക് സ്ട്രാപ്പാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നിക്കോണിൻ്റെ നെക്ക് സ്ട്രാപ്പ്. ലെതർ നെക്ക് സ്ട്രാപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് ബാറ്ററി ചാർജറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള നല്ല ബാറ്ററി ചാർജറാണ്. പിന്നീട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ചാർജിങ് AC കേബിളാണ്. നിക്കോണിൻ്റെ തന്നെ ചാർജിങ് AC കേബിളാണ് ഇതിലുള്ളത്. നല്ല കേബിളാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു 1.5 മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്. അതിനുശേഷം നിക്കോൺ ബാറ്ററിയാണ്. നല്ല ബാറ്ററി ബാക്കപ്പുള്ള ബാറ്ററിയാണ്. EL15 എന്ന് പറയുന്ന 7 വോൾട്ട് 1900 mAh ബാറ്ററി പവറാണ്. നല്ല ബാറ്ററിയാണ്. ഏകദേശം 1200 ഷോട്ടോളം എടുക്കാം. പിന്നീടുള്ളത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ USB കേബിളാണ്, കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത്. പിന്നീടുള്ളത് IPS ആണ്. അത് ഒരെണ്ണമുണ്ട്. അതിനുശേഷം പിന്നീട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാമറയുമുണ്ട്, ലെൻസുമുണ്ട്. ലെൻസ് കിറ്റ് ലെൻസാണ്. നല്ല ലെൻസാണ്. ഏകദേശം 18-140 mm വരെയുള്ള സൂം ലെൻസാണ്. ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ്, പിന്നെ VR ഉണ്ട്. അത്യാവശ്യം വൈബ്രേഷൻസൊക്കെ റിഡക്റ്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു ലെൻസാണ്. ഒരു നല്ല സൂം ലെൻസ്, നല്ല ക്വാളിറ്റി ലെൻസ്. നിക്കോൺ നല്ല സ്മൂത്ത് സൂപ്പർ സോണിക് മോട്ടറൊക്കെ ഉള്ള നല്ല ലെൻസാണ്. പിന്നെ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറൻ്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കാം. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം 700 ഗ്രാമിൻ്റെ മുകളിലേക്ക് വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് LCD ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ഡോട്ട് ഡിസ്പ്ലേ ആണ്. പിന്നെ ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ള ട്രൈപോഡ് മൗണ്ട് ഉണ്ട്. പിന്നെ USB ഉണ്ട്, USB പോർട്ട്. പിന്നെ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്. അതിന് താഴെയായിട്ട് HDMI പോർട്ടുണ്ട്. HDMIക്ക് താഴെയായിട്ട് പിന്നെ ആക്സസറി ടെർമിനൽ ഉണ്ട്. അതിനുശേഷം പിന്നെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഹോളുമുണ്ട്. പിന്നെ വൈഫൈ ഉണ്ട്. വൈഫൈ ഒക്കെ അത്യാവശ്യം നല്ല വൈഫൈ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാനുവൽ സ്വിച്ച്, ഓട്ടോമാറ്റിക്, മാനുവൽ ബട്ടൺ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ക്യാമാണ്. നല്ല ലെവലിൽ, നല്ല ഹൈ ലെവലിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ, പ്രൊഫഷണൽ ലെവലിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഒരു സെമി പ്രോ ക്യാമറയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇത് നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം, ഓണാക്കി നോക്കാം. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്നൊക്കെ വരുന്നത് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ഓണാക്കി നോക്കാം. ലെൻസ് ക്യാപ്പ് ഒന്ന് ആദ്യമല്ല ഊരിയിട്ട് ക്യാമറ ക്യാപ്പും ഊരണം. അതിനുശേഷം ലെൻസ് കണക്ട് ചെയ്യാം. ലെൻസ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്യാമറയുള്ള വൈറ്റ് ഡോട്ടും ലെൻസിൻ്റെ വൈറ്റ് ഡോട്ടും ഒരുമിച്ചായതിനു ശേഷം മാത്രം ആൻറ്റി ക്ലോക്ക് വേസിൽ തിരിക്കുക. അതിനുശേഷം നമുക്ക് ബാറ്ററി ഇടാം. ബാറ്ററി ഇട്ട് നോക്കാം. പിന്നീട് വേണ്ടത് മെമ്മറി കാർഡ് ഇടണം. 32 GB മെമ്മറി കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സാൻഡിസ്കിൻ്റെ നല്ലൊരു മെമ്മറി കാർഡാണ്. പിന്നെ 2 മെമ്മറി സ്ലോട്ട് ഉണ്ട് ഇതിന്. സ്ലോട്ട് 1, സ്ലോട്ട് 2. പ്രോ ലെവലിലൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുണ്ടെങ്കിൽ 2 മെമ്മറി കാർഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി അത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ ആദ്യം വരുന്നത് ഭാഷ സെലക്ട് ചെയ്യണം. ഡച്ച്, ഇംഗ്ലീഷ്. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ടൈം മേഖല സെലക്ട് ചെയ്യുക. അബുദാബി ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്യണം. ഡേ, മന്ത്, ഇയർ. പിന്നെ ഡേ ലൈറ്റ് സേവിങ് മോഡ് ഉണ്ട്, അതും ഓണാക്കിയിട്ടു. പിന്നെ ഡേറ്റ്സിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഡേറ്റ് ആൻഡ് ടൈം. അങ്ങനെ അതും കണക്ട് ചെയ്തു. ക്യാമറ ഇതാ ഓപ്പൺ ആകുന്നു. അങ്ങനെ ക്യാമറ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ക്യാമറ പോലെ ഇത് ഡിസ്പ്ലേ എപ്പോഴും ഇങ്ങനെ ഓൺ ആയി നിൽക്കില്ല. ഡിസ്പ്ലേ വേണമെങ്കിൽ ഇവിടെ ഇൻഫോ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് സെപ്പറേറ്റ്. അത് പ്രസ് ചെയ്താലാണ് ഡിസ്പ്ലേയിലേക്കുള്ള ചാർജ് വരുള്ളൂ, ഡിസ്പ്ലേ ഓൺ ആകുള്ളൂ. വെറുതെ അനാവശ്യമായിട്ട് ബാറ്ററി പോവില്ല. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഏതാണ്ട് 1200 ഷോട്ട് നിന്ന് എടുക്കാൻ പറ്റുമെന്നാണ്. കാരണം കമ്പനി പറയുന്നത് 1100 ഷോട്ടാണ്. പക്ഷെ അതിലേറെ എന്തായാലും കിട്ടും. കാരണം എനിക്കത് പറയാൻ കാരണം ഞാനിതിന് മുന്നേ ഉപയോഗിച്ചിരുന്നത് നിക്കോൺ 5300 ആണ്. അത് കമ്പനി പറയുന്നത് ഏകദേശം 700 സംതിങ് ഷോട്ട്സാണ്. പക്ഷേ 800 ഷോട്ടിൻ്റെ മേലെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്, ഫുൾ ബാറ്ററി തീരാതെ. അപ്പോൾ ഇതൊരു ഏകദേശം 1200 കമ്പനി പറയുമ്പോൾ 1200 എന്തായാലും നമുക്ക് കിട്ടും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വ്യൂ ഫൈൻഡറും കാര്യങ്ങളും പിന്നെ കുറച്ച് സാമ്പിൾ ഫോട്ടോസും ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വ്യൂ ഫൈൻഡറിലൂടെയുള്ള ഒരു കാഴ്ചയാണ്, നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇനി നിങ്ങൾ സാമ്പിൾ ഫോട്ടോസ് ഒന്ന് കണ്ടോളൂ.